ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് പെന്തക്കോസ്തുകാരെ മൊണ്ണകൾ എന്ന് ഞാൻ മുൻപൊരു വീഡിയോയിൽ വിശേഷിപ്പിച്ചിട്ടുള്ളത്. കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഇവർക്ക് അബ്സല്യൂട്ട് റിയാലിറ്റിയാണ്. രണ്ടാടുകളെ തമ്മിലടിപ്പിച്ച് അതിൻ്റെ ചോര കുടിക്കാൻ നിൽക്കുന്ന ചെന്നായിയുടെ കഥ ഒട്ടുമിക്ക മലയാളികളും വായിച്ചിട്ടുണ്ടായിരിക്കും, അവർക്ക് അറിയാവുന്നതുമായിരിക്കും. അപ്പോൾ അതേപോലെയാണ് BJP. രണ്ടാളുകളെ തമ്മിലടിപ്പിച്ച് അതിൻ്റെ ഇടയിൽ നിന്ന് എങ്ങനെയെങ്കിലും വോട്ട് പിടിച്ച് ജയിക്കാൻ ഉള്ളൊരു അവസരമാണ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കൊല്ലം ജില്ലയിലെ പത്തനാപുരത്ത് സത്യമുക്ക് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ക്രിസ്ത്യൻ പെന്തക്കോസ്ത് വിശ്വാസിയായ ഒരു വ്യക്തിയുടെ വീട്ടുമതിലിൽ അയാൾ കരമടയ്ക്കുന്ന പ്രോപ്പർട്ടിയിൽ അയാളുടെ വിശ്വാസ പ്രമാണമായ ബൈബിളിലെ ഒരു വചനം എഴുതിയത് നീക്കം ചെയ്തതും അതിനുമായി സംബന്ധിച്ചുമുള്ള പ്രശ്നങ്ങൾ ഒരു ന്യൂസായി കണ്ടിരുന്നു. ന്യൂസിന് പുറമെ പലയിടത്തും പല ആളുകൾ പോസ്റ്റായി അതിനോടുള്ള പ്രതികരണങ്ങൾ അറിയിച്ചിരുന്നു. ഒട്ടുമിക്ക മലയാളികളും ഈ ഒരു ഇൻസിഡൻറ്റ് ഓൾറെഡി അറിഞ്ഞ് കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇൻ കേസ് കാണാത്തവർക്കായിട്ട് ഞാൻ ആ ഒരു വീഡിയോ കാണിച്ചു തരാം. ഈ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് പത്തനാപുരം പോലീസ് സ്റ്റേഷൻ്റെ ജീപ്പും നമുക്കതിൻ്റെ സൈഡിൽ തന്നെ കാണാൻ കഴിയുന്നുണ്ട്. സ്പ്രേ പെയിൻറ് ഉപയോഗിച്ച് ആ ഒരു വിഗ്രഹാരാധികൾ എന്ന് പറഞ്ഞിരിക്കുന്ന ഏരിയ മാത്രമാണ്, ആ ഒരു വാക്ക് മാത്രമാണ് മായ്പ്പിച്ചിരിക്കുന്നത് എന്നതും വ്യക്തമായിട്ട് നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണാൻ കഴിയും. ഇതിലെഴുതിയിരിക്കുന്ന ബൈബിൾ വചനം എന്ന് പറയുന്നത് 1 കൊരിന്ത്യർ 6:9-10 ദുർനടപ്പുകാർ, വിഗ്രഹാരാധികൾ, വ്യഭിചാരികൾ, സ്വയംഭോഗികൾ, പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപന്മാർ, പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. ഇവിടെ പ്രധാനമായും 3 കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി, ഒത്തിരി ആളുകൾ പലയിടത്തായി പോസ്റ്റ് ചെയ്യുന്നത് ഇത് BJP RSS പ്രവർത്തകർ നേരിട്ട് വന്ന് അവർ തന്നെ മായ്ച്ചു കളയുകയായിരുന്നു എന്നതാണ്. അത് സത്യമാണോ എന്ന് നോക്കാനാണ്. രണ്ടാമത്തേത്, ഇത് ഭരണഘടന ഒരു പൗരന് അനുവദിച്ചു കൊടുത്തിട്ടുള്ള അവകാശങ്ങൾക്ക് മേലുള്ള ഒരു കടന്നുകയറ്റമാണോ എന്നതാണ്. മൂന്നാമതായി, ഇതിനെ ന്യായീകരിക്കാനായി പല ആളുകൾ പല പല കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം അതൊക്കെ എന്തൊക്കെയാണെന്ന് കൂടെ നോക്കാനായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഒന്നാമത്തെ ഇവരുടെ വാദമായ BJP RSS പ്രവർത്തകർ വന്ന് കയ്യേറി, അവർ നേരിട്ട് വന്ന് മറ്റൊരാളുടെ പ്രോപ്പർട്ടിയിലേക്ക് ആക്രമിച്ച് കയറി അയാളുടെ മുതൽ നശിപ്പിക്കുകയായിരുന്നു എന്ന തരത്തിലൊരു വാദമാണ്. പത്തനാപുരം പോലീസിന്റെ സാന്നിധ്യത്തിൽ തന്നെയാണ് ഇത് നടത്തിയിരിക്കുന്നത്. അതും അല്ലാതെ ഇന്നലെ ഞാൻ രാവിലെ ഒരു വീഡിയോ കണ്ടിരുന്നു. സോളമൻ കോട്ടയം എന്ന് പറയുന്ന ഈ പരസ്യ യോഗങ്ങളൊക്കെ പുറത്ത് നടന്നിങ്ങനെ പ്രസംഗിക്കുന്ന ഒരു വ്യക്തിയാണ്. പുള്ളി ആ ഒരു വീടിൻ്റെ മുന്നിൽ ചെന്ന് ആ ഒരു നീക്കം ചെയ്തിരിക്കുന്ന വാക്കിന് മുന്നിൽ നിന്നുകൊണ്ട് തന്നെ ഒരു വീഡിയോ ചെയ്തിരുന്നത്. പല ആളുകളും തെറ്റായി പ്രചരിപ്പിക്കുന്നത് പോലെ ഇത് BJP RSS പ്രവർത്തകരാരുമല്ല വന്നിട്ട് ചെയ്തത്. ഇത് ആ ഒരു വീടിൻ്റെ ഉടമസ്ഥൻ തന്നെയാണ് അത് പെയിൻ്റ് അടിച്ച് നീക്കിയത് എന്ന് പുള്ളി കൃത്യമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഉച്ചയ്ക്ക് ശേഷം ഞാൻ ആ വീഡിയോ നോക്കിയപ്പോഴത്തേന് എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് അത് നീക്കം ചെയ്തത് എന്ന് എനിക്കറിയില്ല. ഇനിയും ഇത് മാത്രമല്ലാതെ ആ നാട്ടുകാർ ഓൾറെഡി ആദ്യമായി ഇത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അവർ ഈ വീട്ടുടമസ്ഥനെ പലതവണയായി അറിയിച്ചിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ വിശ്വാസങ്ങൾക്ക് മുറിവേൽപ്പിക്കുന്ന രീതിയിലാണ്, നിങ്ങൾ ദയവ് ചെയ്ത് ഇത് റിമൂവ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടും പലയാവർത്തി പറഞ്ഞിട്ടും പുള്ളി ചെയ്യാത്തത് കൊണ്ട് നിയമസഹായം, പോലീസ് വഴി നിയമസഹായം തേടി അവരുടെ സഹായത്തോടു കൂടിയാണ്, അവരുടെ സാന്നിധ്യത്തിലാണ് ഈ ഒരു കാര്യം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു ക്ലെയിം ഇവിടെ അസാധുവാണ്. ഇത് അങ്ങനെ ഒരു പ്രശ്നമേ അല്ല. രണ്ടാമതായി പറയുന്ന പൗരൻ്റെ അവകാശങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റം, അത് പറയുന്നത് കൃത്യമായും ആർട്ടിക്കിൾ 25 ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 25 ഉദ്ധരിച്ചുകൊണ്ടാണ് ഇവരെല്ലാവരും ഈ ഒരു കാര്യം പറയുന്നത്. ആർട്ടിക്കിൾ 25 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്രാൻറ്റ്സ് എവറി പേഴ്സൺ ദ ഫണ്ടമെൻ്റൽ റൈറ്റ് ടു ഫ്രീഡം ഓഫ് കൺസേൺസ് ആൻഡ് ദ റൈറ്റ് ടു ഫ്രീലി പ്രൊഫസ്, പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേറ്റ് റിലീജിയൻ. ഈ ഒരു കാര്യത്തെ മുൻനിർത്തിയാണ് ഇവർ ഈ ചെയ്തത് തെറ്റാണ്, ഞങ്ങളുടെ അവകാശങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റമാണ് ഈ ചെയ്തിരിക്കുന്നത്, ഞങ്ങൾക്ക് ഫ്രീലി ഇന്ത്യൻ സിറ്റിസൺ എന്ന രീതിയിൽ ഞങ്ങളുടെ വിശ്വാസങ്ങൾ പിൻപറ്റാനും അത് പ്രചരിപ്പിക്കാനും ഉള്ള സ്വാതന്ത്ര്യമുള്ളപ്പോൾ എനിക്കിത് ചെയ്യാൻ കഴിയാത്തത് എൻ്റെ അവകാശത്തിന് മേലുള്ള കടന്നുകയറ്റമാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ അവകാശത്തിന് മേലുള്ള കടന്നുകയറ്റം ആണെന്ന രീതിയിലാണ് പല ആളുകളും കമൻ്റ് ഇടുന്നതും പോസ്റ്റ് ഇടുന്നതും. ഈ കമൻ്റ് ഇടുകയും പോസ്റ്റ് ഇടുകയും ചെയ്യുന്ന ആൾക്കാർ ആർട്ടിക്കിൾ 25 നിങ്ങൾക്ക് വേണ്ട സാധനം മാത്രം വായിക്കാതെ അതിൻ്റെ ബാക്കി പത്രം കൂടെ ഒന്ന് വായിച്ച് നോക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ 25 ഫ്രീലി പ്രൊഫസ്, പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേറ്റ് റിലീജിയൻ എന്ന് പറഞ്ഞിട്ട് അത് നിർത്തുകയല്ല, അവിടെ ഒരു കോമ ഇട്ടിട്ട് അത് തുടരുന്നുണ്ട്. സബ്ജക്റ്റ് ടു പബ്ലിക് ഓർഡർ, പൊതുക്രമം, മൊറാലിറ്റി, ഹെൽത്ത് ആൻഡ് അതർ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് എന്ന് പറയുമ്പോൾ, പൊതുക്രമം എന്നൊക്കെ പറയുമ്പോഴേക്കും ഒരു ബഹുസ്വര സമൂഹത്തിൽ പല വിധത്തിലുള്ള, പലതരത്തിലുള്ള, പല ഭാഷ സംസാരിക്കുന്ന, പല വിശ്വാസങ്ങളുള്ള, അങ്ങനെ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ആൾക്കാർ ഒരുമിച്ച് ഒരു സിസ്റ്റത്തിൽ ജീവിക്കുന്നതിനെയാണ്
ഇത് അഡ്രസ്സ് ചെയ്യുന്നത്. ഇവിടെ കൃത്യമായിട്ടും ഈ ഒരു ബൈബിൾ വചനം തന്നെ തെരഞ്ഞു പിടിച്ച് മതിലിൽ വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതുക എന്നതിൻ്റെ പർപ്പസ് മറ്റുള്ള മതവിശ്വാസികളെ അവഹേളിക്കുക, അവരെ നാണം കെടുത്തിക്കൊണ്ട് എങ്ങനെയെങ്കിലും നമ്മുടെ വഴിയിലേക്ക് വരുത്തുക എന്നൊരു പർപ്പസോടുകൂടി തന്നെയാണ്. ഏത് മതവിശ്വാസം ആയിക്കോട്ടെ, ഏത് മതഗ്രന്ഥം ആയിക്കോട്ടെ, എല്ലാത്തിലും മറ്റ് മതസ്ഥനെക്കുറിച്ച് അത്ര വലിയ ഉന്നതമായ കാഴ്ചപ്പാടൊന്നും അല്ല അതിനകത്ത് എഴുതി തിരികെ വെച്ചിരിക്കുന്നതും അവർ ഫോളോ ചെയ്യുന്നതും. നമ്മളൊരു ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ്റെയൊക്കെ ഗുണം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്റ്റ് ചെയ്ത് ജീവിക്കുന്നതല്ലാതെ മതവിശ്വാസങ്ങൾ ഇൻഹെറൻ്റ്ലി മറ്റൊരു മതത്തിനെ ബഹുമാനിക്കാനോ സ്നേഹിക്കാനോ ഒന്നും എവിടെയും പഠിപ്പിക്കുന്നില്ല. ഹൗവർ ഇതിലുള്ള വൃത്തികേടും കാര്യങ്ങളും ഒക്കെ ഏതോ ഒരു കാലഘട്ടത്തിൽ എഴുതിപ്പെട്ടിട്ടുള്ള സാധനങ്ങളൊക്കെയാണ്. അതിൽ വളരെ നല്ല കാര്യങ്ങളുമുണ്ട്. ആ നല്ല കാര്യങ്ങൾ എടുത്തുകൊണ്ട് ഈ മോശപ്പെട്ട കാര്യങ്ങളെ തള്ളിക്കളയുക എന്നതാണ് ഒരു മെച്ചപ്പെട്ട സാമൂഹിക ജീവി അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ഈ നൂറ്റാണ്ടിൽ ജീവിക്കുന്ന മനുഷ്യൻ ചെയ്യേണ്ട കാര്യങ്ങൾ. നല്ലതിനെ എടുക്കുക, വേണ്ടാത്തതിനെ അതേപടി തള്ളിക്കളയുക. ബൈബിളിൽ തന്നെ എത്ര നല്ല നല്ല വചനങ്ങളുണ്ട്. നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക, ഉള്ളവൻ ഇല്ലാത്തവന് നൽകട്ടെ, ഇങ്ങനെ എത്രയോ നല്ല നല്ല കാര്യങ്ങളുള്ളപ്പോൾ ഇതെല്ലാം അവോയ്ഡ് ചെയ്തിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, മറ്റൊരു വിശ്വാസത്തെ അവഹേളിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെറിയിപ്പിക്ക് ചെയ്തെടുത്ത് അത് വലിയ വെണ്ടയ്ക്ക അക്ഷരത്തിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് മറ്റൊരു വിശ്വാസത്തിനെ മുറിവേൽപ്പിച്ചുകൊണ്ടാവരുത് നിങ്ങളുടെ മതപ്രചരണം. ബേസിക്കലി ഇത്രയും കാര്യങ്ങൾ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്ന കാര്യം, അവിടെ മറ്റൊരു മതത്തിനെ അവഹേളിക്കുക എന്ന പർപ്പസ്ഫുള്ളി അങ്ങനെ തന്നെയാണ് അവരത് എഴുതി വെച്ചിരിക്കുന്നതും അത് മായ്ക്കേണ്ടതും അനിവാര്യമായ കാര്യം തന്നെയാണ്. അത് മായ്ച്ചിരിക്കുന്നത് ആ ഒരു ഉടമസ്ഥൻ തന്നെയാണ്. ആ ഒരു വാക്ക് മാത്രമേ അവിടെ മാറ്റേണ്ട ആവശ്യവും അവർ ഉന്നയിച്ചിട്ടുള്ളൂ. മുഴുവനായും മായ്ച്ചു കളയാൻ ആരും അവകാശപ്പെട്ടിട്ടില്ല. ഇനിയും വളരെ പ്രസക്തമായ വിശ്വാസികളുടെ കുറേ കമൻറ്റിലേക്ക് നമുക്ക് പോകാം. ഇതിനെ എങ്ങനെയും മെഴുകി ന്യായീകരിച്ച് വെളുപ്പിച്ചെടുക്കാനുള്ള ഒരു ബദ്ധപ്പാടിൽ അവർ പറയുന്ന ന്യായങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമതായിട്ട് ഇവർ പറയുന്നത് ഇതൊരു ബൈബിൾ വചനമാണ്, പുള്ളി തന്നെത്താൻ ഉണ്ടാക്കി എഴുതി വെച്ചിരിക്കുന്ന സാധനമൊന്നുമല്ല, ഒരു ബൈബിൾ വചനം അതേപോലെ എഴുതിയതാണ്, അതുകൊണ്ട് അതിൽ എന്താണ് തെറ്റ്? ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് പെന്തക്കോസ്തുകാരെ മൊണ്ണകൾ എന്ന് ഞാൻ മുൻപൊരു വീഡിയോയിൽ വിശേഷിപ്പിച്ചിട്ടുള്ളത്. കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഇവർക്ക് അബ്സല്യൂട്ട് റിയാലിറ്റിയാണ്. ബൈബിളിൽ തന്നെ വളരെ മനോഹരമായി വിശ്വാസം എന്താണ് എന്നുള്ളതിനൊരു നിർവചനമുണ്ട്. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. ഇത് സാമാന്യ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് ഒന്ന് മനസ്സിലാക്കിയാൽ തീരുന്നതേ ഉള്ളൂ ഈ ദൈവവിശ്വാസവും അത് അബ്സല്യൂട്ട് റിയാലിറ്റി ആണ് എന്നുള്ള നിങ്ങളുടെ ഈ ഒരു ഡെല്യൂഷണൽ ബിലീഫും. ഇവിടെയാണ് പെന്തക്കോസ്തുകാർക്ക് എപ്പോഴും തെറ്റിപ്പോകുന്നത്. അവർ ജീവിക്കുന്ന എക്സ്പീരിയൻസ് ചെയ്യുന്ന ലോകത്തിനേക്കാൾ അവർ കൊടുത്തിട്ടുള്ള ഏതോ പുരാതന കാലത്തെ ഒരു ബുക്കാണ് അബ്സല്യൂട്ട് റിയാലിറ്റി എന്ന് വിചാരിച്ചുകൊണ്ട് മറ്റുള്ളവരെ അക്സെപ്റ്റ് ചെയ്യാനും ഒരു ബഹുസ്വര സമൂഹത്തിൽ ഒത്തൊരുമിച്ച് സന്തോഷത്തോടുകൂടി ജീവിക്കണം എന്നതിനപ്പുറം ഇങ്ങനെ വേർപെട്ട ജാതികളായി നമ്മൾ മാറിയിരിക്കണം, മറ്റുള്ളവരുമായിട്ട് ഇടകലരരുത്, അങ്ങനെയുള്ള ചിന്തകളൊക്കെ വരുന്നത് ഇവരുടെ ഈ ഒരു പുസ്തകം, പുരാതന പുസ്തകം അവർക്ക് റിയാലിറ്റിയായി തോന്നുന്നതുകൊണ്ടാണ്. നിങ്ങൾ വളരെ സിമ്പിളായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ ഈ ഒരു വിശ്വാസ പ്രമാണമായ ബൈബിൾ നിങ്ങൾക്കത് എത്രത്തോളം ശരിയായി അനുഭവപ്പെടുന്നു, അത് എത്രത്തോളം നല്ലതാണെന്ന് തോന്നുന്നു, അത്രത്തോളം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു മുസൽമാന് ഖുറാനും അല്ലെങ്കിൽ മറ്റ് ഹിന്ദുക്കൾക്ക് അവരുടെ വേദങ്ങളും എന്ന് പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ പുസ്തകം പോലെ തന്നെ അവർക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് അവരുടെ കാര്യങ്ങൾ. അവരുടെ വിശ്വാസം അനുസരിച്ചും അവരുടെ വേദങ്ങൾ അനുസരിച്ചും വിഗ്രഹാരാധന എന്ന് പറയുന്നത് ഏറ്റവും ശരിയായ ഒരു കാര്യം തന്നെയാണ്. നിങ്ങൾ ഈ കൈകൊട്ടി ശരികിരപാടാ കണ്ടാപാടാന്നൊക്കെ പാടുമ്പോൾ മറ്റുള്ളവർ ചിരിക്കുന്നത് ഇതുകൊണ്ട് തന്നെയാണ്. നിങ്ങൾക്ക് മറ്റൊരു വിഗ്രഹാരാധനയെ കാണുമ്പോൾ ചിരി വരുന്നതും നിങ്ങളുടെ ഈ കോപ്രായം കാണുമ്പോൾ മറ്റുള്ളവർക്ക് ചിരി വരുന്നതും ഒരേ സാധനമാണ്. നിങ്ങൾക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഇവർക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അവർക്കിത് ശരിയാണ്, നിങ്ങൾക്കിത് ശരിയല്ല. അത്രയും വ്യത്യാസം മാത്രമേ ഇവിടെ ഉണ്ടാകുന്നുള്ളൂ. ബൈബിൾ വചനമല്ലേ, യാഥാർത്ഥ്യമല്ലേ, എൻ്റെ വിശ്വാസമല്ലേ, എൻ്റെ അവകാശമല്ലേ എന്നൊക്കെ ചോദിക്കുന്നവർ വളരെ സിമ്പിളായിട്ടൊന്ന് ചിന്തിച്ച് നോക്കണം. ഖുറാനിൽ പലയിടത്തും തന്നെ അവിശ്വാസിയെ കൊന്നുകളയണം എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഈ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ അവരുടെ ഖുറാനിലുള്ളതാണ്, അവരുടെ ഒരു വിശുദ്ധ ഗ്രന്ഥമാണ്. അവർക്ക് ഏറ്റവും യാഥാർത്ഥ്യമായി അനുഭവപ്പെടുന്ന ഒരു പുസ്തകമാണത്. ആ ഒരു പുസ്തകത്തിൽ ഉള്ള കാര്യം ഒരു മുസൽമാൻ അയാളുടെ മതിലിന് പുറത്ത് എഴുതി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതേ ന്യായം പറഞ്ഞതിനെ ന്യായീകരിക്കാൻ കഴിയുമോ? ഒരു മുസൽമാൻ ഇത് എഴുതി വെച്ച് കഴിഞ്ഞാൽ അവിടെ ഹിന്ദുവിനെയും ചേർത്ത് ക്രിസ്ത്യാനിയെയും കൂടെ അവന് ശത്രുവായി തോന്നും. നിങ്ങൾക്കിവിടെ വിഗ്രഹാരാധിയെ തെറ്റായി തോന്നുന്നത് പോലെ അവൻ്റെ ദൈവത്തെ വിശ്വസിക്കാത്ത ആളുകളെല്ലാം അവന് ശത്രുവായി മാറുന്നു. അപ്പം നിങ്ങൾക്കത് ദഹിക്കത്തില്ല. അപ്പോൾ ബൈബിൾ ആയിക്കോട്ടെ, വേദങ്ങളായിക്കോട്ടെ, ഏത് സാധനം ആയിക്കോട്ടെ, അതിൽ പലവിധ കാര്യങ്ങളും ഉണ്ടായിരിക്കും. അതിൽ മറ്റൊരു മനുഷ്യന് ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ലാത്ത കാര്യങ്ങളെ നിങ്ങൾക്ക് പ്രചരിപ്പിക്കാൻ അനുവാദമുള്ളൂ, അവകാശമുള്ളൂ. അടുത്തതായി ഏറ്റവും വലിയ കോമഡി കമൻറ്റുകൾ ഞാൻ കണ്ടത് ഈ ഒരു സാധനം മായ്പ്പിച്ചത് ആരും കാണാതിരിക്കാനാണ്. ഇപ്പോൾ ഫോട്ടോ എടുത്ത്
എല്ലായിടത്തും പ്രചരിച്ച് ലോകം മുഴുവൻ ഇത് കണ്ടു കഴിഞ്ഞു. ലോകത്തെ എല്ലാവർക്കും മലയാളം വായിക്കാനൊന്നും അറിയത്തില്ല. ഒന്നാമത്തെ കാര്യം അത്. ഇനി കേരളത്തിലുള്ളവരെല്ലാം കണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ഈ പറയുന്ന കൂട്ട് വിഗ്രഹാരാധികൾ സ്വർഗ്ഗത്തിൽ പോകത്തില്ലെന്ന് പറഞ്ഞാൽ അവർക്ക് പേടി വരത്തില്ല. നിങ്ങൾക്ക് പേടി ഉണ്ടായിരിക്കും, നിങ്ങളുടെ സ്വർഗ്ഗത്തിൽ ഇന്ന സാധനങ്ങളൊക്കെ ചെയ്താൽ കേട്ടില്ല എന്ന് പേടി കാണും. പക്ഷെ മറ്റുള്ളവർക്ക് പേടി വരത്തില്ല. കാരണം അവരുടെ മതപുസ്തകങ്ങൾ നേരെ മറിച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം, ഇപ്പം ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം ആ മുസൽമാനല്ലാത്ത ആരും അവൻ്റെ സ്വർഗ്ഗത്തിൽ പോകത്തില്ല. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്നാനം കഴിക്കുക അതും ഇതും ചെയ്തില്ലെങ്കിൽ അവൻ സ്വർഗ്ഗത്തിൽ പോകത്തില്ല. ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം അവന് ആഫ്റ്റർ ലൈഫാണ് അവൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും അവരുടേതായ വിശ്വാസങ്ങളും അവരുടേതായ സ്വർഗ്ഗങ്ങളും പുണ്യവും മോക്ഷവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വിചാരിക്കുന്ന പോലെ നിങ്ങളുടെ മതപുസ്തകത്തിൽ പേടിപ്പിക്കാനായി എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ കാണുമ്പോൾ പേടി തോന്നുന്നത് നിങ്ങൾക്ക് മാത്രമാണ്, മറ്റെല്ലാവർക്കും അത് തോന്നണം എന്നില്ല. പിന്നെ 4 പേര് കാണേണ്ടടുത്ത് 10,000 പേര് കണ്ടല്ലോ എന്ന് പറഞ്ഞ് ആഹ്ലാദിക്കുന്ന നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എത്രത്തോളം വർഗീയത നിറഞ്ഞൊരു പുസ്തകമാണ് നിങ്ങളുടേത് എന്ന തിരിച്ചറിവാണ് അവർക്കുണ്ടായിരിക്കുന്നത്. അല്ലാതെ ഇത് കണ്ടിട്ട് മനസ്താപപ്പെട്ട് എല്ലാവരും കൂടെ വിഗ്രഹാരാധികളെല്ലാം കൂടെ കൂട്ടമായിട്ട് നിങ്ങളുടെ അടുത്തേക്കൊന്നും വരാൻ പോകുന്നില്ല. ഇത് നിങ്ങളുടെ വെറും ഒരു വ്യാമോഹം മാത്രമാണ്. അല്ലെങ്കിൽ ഈ ഒരു വൃത്തികേട് പുറത്തറിഞ്ഞപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞ് സമാധാനിക്കാനായിട്ട് ഉള്ള ഒരു ന്യായം മാത്രമാണ് നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അടുത്തതായി ഒട്ടനവധി പേര് പറഞ്ഞിരിക്കുന്നത്, ഇപ്പോൾ വിഗ്രഹാരാധികൾക്ക് ഇത് കണ്ടിട്ട് മോശമായി അനുഭവപ്പെട്ടു, അവരത് മായ്ക്കണമെന്ന് പറയുന്നു. നാളെ കള്ളന്മാർ വന്നിട്ട് പറയുകയാണ് ഞങ്ങളവിടെ കള്ളന്മാർ കൊള്ളക്കാരെന്നൊക്കെ എഴുതിയിരിക്കുന്നത് ഞങ്ങൾക്ക് ശരിയായിട്ട് അനുഭവപ്പെടുന്നില്ല, നിങ്ങളത് മായ്ക്കണം. അതേപോലെ തന്നെ പിടിച്ചുപറിക്കാർ വന്നിട്ട് ഇങ്ങനെ പറയുകയാണെങ്കിൽ ഞങ്ങളിങ്ങനെ മായ്ച്ചു കൊണ്ടേ ഇരിക്കണമല്ലോ എന്നൊരു ന്യായവാദമൊക്കെ ഞാൻ കേട്ടു. എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, അവിടെ ഒരു കാര്യത്തിനെ കൂടെ ഞാൻ കൃത്യമായിട്ടും ഡിസഗ്രി ചെയ്യുന്നുണ്ട്. ഈ വിഗ്രഹാരാധികൾ മായ്ച്ചതുപോലെ തന്നെ മായ്ക്കേണ്ട ഒരു കാര്യമാണ് ഈ പുരുഷകാമികൾ എന്ന് പറയുന്ന കാര്യം. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ബാക്കിയുള്ള കാറ്റഗറി നോക്കിക്കഴിയുമ്പോൾ ഈ കള്ളന്മാരെ, പിടിച്ചുപറിക്കാരെ, കൊള്ളക്കാരെ, അങ്ങനെ ഇങ്ങനെയുള്ള കാറ്റഗറി നോക്കിക്കഴിയുമ്പോൾ അവർ ഡയറക്റ്റ്ലി നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ മറ്റൊരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. നിങ്ങൾ കഷ്ടപ്പെട്ട് സമ്പാദിച്ച കാര്യങ്ങൾ നേരിട്ട് വന്ന് നിങ്ങളുടെ കയ്യിൽ നിന്ന് പിടിച്ചു പറിച്ചുകൊണ്ട് പോകുന്നുണ്ട്. നിങ്ങൾക്കതുവഴി സാമ്പത്തികമായും മാനസികവുമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനിടയുള്ള ആൾക്കാരാണ്. അവർ നരകത്തിലോട്ട് പോകുന്നതിന് യാതൊരുവിധ പ്രശ്നവും ആർക്കും ഇവിടെ ഉണ്ടാകും എന്നെനിക്ക് തോന്നുന്നില്ല. നേരെ മറിച്ച് ഒരു വിഗ്രഹാരാധിയുടെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അയാളുടെ വിശ്വാസ പ്രമാണം അനുസരിച്ച് അയാൾക്ക് ഏറ്റവും ബെസ്റ്റായി തോന്നുന്ന അയാളുടെ ടോപ്പ് ക്ലാസ് വിശ്വാസമാണ് ആചരിക്കുന്നത്. അയാൾ ഒരു വിഗ്രഹത്തിൻ്റെ മുൻപിൽ പോയി കുമ്പിട്ട് വീണതുകൊണ്ടോ പ്രാർത്ഥിച്ചതുകൊണ്ടോ ഇപ്പോൾ വിഗ്രഹാരാധി അല്ലാത്ത നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം നേരിട്ടുണ്ടാവുന്നുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നുണ്ടോ? ഇല്ല, നിങ്ങൾക്ക് യാതൊരുവിധ ദോഷവും അതുകൊണ്ട് ഉണ്ടാകുന്നില്ല. രണ്ടാമതായിട്ട് ഈ പുരുഷകാമികൾ, ഇപ്പം ഞാനൊരു പുരുഷകാമി അല്ലെങ്കിൽ ഗേ ആണെന്ന് വിചാരിച്ചോട്ടെ. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒരു പുരുഷനോട് അട്രാക്ഷൻ തോന്നുന്നു, അല്ലെങ്കിൽ ഞാൻ ആ ഒരു വ്യക്തിയുമായി സ്നേഹത്തിലായി ഒരുമിച്ച് ജീവിക്കുന്നു. ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിനെ ഇത് ബാധിക്കുന്നുണ്ടോ? ഞാൻ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് എനിക്ക് സ്നേഹം തോന്നിയ ഒരാളോടൊപ്പം ജീവിക്കുന്നത് ഏത് തരത്തിലാണ് മറ്റൊരു മനുഷ്യന് ബുദ്ധിമുട്ടായി മാറുന്നത്? ഈ 2 സാധനങ്ങളും ആർക്കും യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാക്കാത്ത സാധനങ്ങളാണ്. നിങ്ങളുടെ വിശ്വാസം സംബന്ധിച്ചും നിങ്ങളുടെ വിശ്വാസ പ്രമാണം സംബന്ധിച്ചും പല തെറ്റുകുറ്റങ്ങൾ ഉണ്ടായിരിക്കും. അത് പക്ഷേ അടുത്തൊരുത്തിന് പാപമായിരിക്കത്തില്ല. അത് ആസ് ലോങ് ആസ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നേരിട്ടൊരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ മറ്റൊരു മനുഷ്യന് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത പ്രവൃത്തിയാണെങ്കിൽ നിങ്ങളതിൽ തലയിടേണ്ട യാതൊരുവിധ കാര്യമില്ല. നിങ്ങളുടെ വിശ്വാസത്തിന് ശരിയല്ല, നിങ്ങൾ ചെയ്യണ്ട, ആരും നിർബന്ധിക്കുന്നില്ല. പക്ഷേ അത് ചെയ്യാൻ മറ്റുള്ളവനും അവകാശമില്ല എന്ന് പറയുന്നത് മറ്റവൻ്റെ അവകാശത്തെ ഹനിക്കലാണ്. അവന് കൊടുത്തിട്ടുള്ള ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചുള്ള അവകാശത്തിന് മേലുള്ള കടന്നുകയറ്റം, നിങ്ങളീ പറഞ്ഞ കടന്നുകയറ്റം അവിടെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അത് ചെയ്യാൻ പാടില്ല. പിന്നീട് അതിൽ വളരെ പ്രസക്തമായിട്ടും പറഞ്ഞിട്ടുള്ള സ്വയംഭോഗികൾ എന്നൊരു ഭാഗം എനിക്ക് ചിരിയാണ് വരുന്നത്. ഈ സ്വയംഭോഗികൾ സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല എന്ന് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് യേശുക്രിസ്തു നിങ്ങളിൽ കുറ്റം ചെയ്യാത്തവർ ഇവളെ കല്ലെറിയട്ടെ എന്ന് പറയുമ്പോൾ ഒരു കല്ല് പോലും പൊങ്ങാഞ്ഞതുപോലെ നിങ്ങളിൽ സ്വയംഭോഗം ചെയ്യാത്തവർ സ്വർഗത്തിലേക്ക് കടന്നോളൂ എന്ന് പറഞ്ഞാൽ ഈ ദൈവവചനം മതിലിൽ എഴുതി വെച്ചിരിക്കുന്ന അച്ചായൻ ഉൾപ്പെടെ സ്വർഗത്തിലേക്ക് പോകുമോ എന്ന കാര്യത്തിൽ എനിക്ക് കൃത്യമായ സംശയമുണ്ട്. പിന്നീട് ഒരു കൂട്ടം ആൾക്കാരുടെ ഒരു സങ്കടം എന്ന് പറയുന്നത് ഈ ബൈബിൾ വചനങ്ങളൊക്കെ അവിടെ തന്നെ പല വർഷങ്ങളായിട്ടും ഇരിപ്പുണ്ടായിരുന്നു, പക്ഷേ ഇതുവരെ ഒരു പ്രശ്നമില്ല. ആ സത്യമുക്കിൽ ആദ്യമായിട്ടൊരു BJP മെമ്പർ അധികാരത്തിലേറിയതിന് ശേഷമാണ് അവർക്കിതൊരു പ്രശ്നമായി തോന്നിയത്. പല വർഷങ്ങളായി ആ ഒരു സാധനം അവിടെ ഉണ്ടായിരുന്നു. അത്രയും നാൾ ആരും പ്രതികരിച്ചില്ല എന്നതുകൊണ്ട് അത് ശരിയായി മാറുന്നില്ല. അത് തെറ്റ് തന്നെ ആയിരുന്നു. ആ ഒരു സമയത്ത് ആരും അതിനെക്കുറിച്ച് ബോധേഡല്ലായിരുന്നു. പ്രത്യേകിച്ച് ഈ ഹിന്ദുമത വിശ്വാസികൾ എന്ന് പറയുമ്പോൾ അവർ മതവിശ്വാസങ്ങൾ കാര്യങ്ങളൊക്കെ അമ്പലത്തിൽ പോയാൽ പോയി,
ദൈവത്തെ തൊഴുതു. അതിനപ്പുറത്തേക്ക് ഇതേപോലെ സ്ട്രക്ചേർഡായിട്ട് ഈ ഒരു ക്രിസ്തീയ വിശ്വാസം ആയിക്കോട്ടെ, ഇസ്ലാം വിശ്വാസം ആയിക്കോട്ടെ, അതേപോലെ ഒരു സ്ട്രക്ചേർഡായിട്ട് അടിച്ചേൽപ്പിക്കുന്ന ഒരു വിശ്വാസം അല്ലാത്തതുകൊണ്ട് അവരെ ലീസ്റ്റ് ബോധേഡാണ്. ആ ഒരു സാധനം കണ്ടാൽ വായിച്ചു, കണ്ടു, പോയി. അതിനപ്പുറത്തേക്ക് വലിയ സംഭവം ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. BJP പോലെയുള്ളൊരു വർഗീയ പാർട്ടിയുടെ ഇൻക്രീസിംഗ് ആയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് തന്നെയാണ് ഇപ്പോൾ ഇതേപോലുള്ള കാര്യങ്ങൾ കണ്ടാൽ അതിനെ ചൂണ്ടിക്കാണിക്കുകയും അതിനെ നീക്കം ചെയ്യാൻ പറയുന്നതിൻ്റെയും കാരണം. അല്ലെങ്കിൽ അതിന് ആളുകളെ കൂടുതലായി പ്രേരിപ്പിക്കുന്നത് BJP പോലുള്ള പാർട്ടികളുടെ ഇൻഫ്ലുവൻസ് തന്നെയാണ്. അല്ലെങ്കിൽ നമ്മളെ ആക്രമിക്കപ്പെടുന്നു എന്നൊരു ഫീലിംഗ് അല്ലെങ്കിൽ അങ്ങനെ ഒരു സെൻസേഷൻ ആളുകളിലേക്ക് ഉണ്ടാക്കി. ഇപ്പം ഒട്ടുമിക്ക ഹിന്ദു ആൾക്കാരും വളരെ സെക്യുലറാണ്. അവർക്ക് അവരുടെ മതവിശ്വാസത്തിൽ എക്സ്ട്രീമായിട്ടുള്ള ഒരു താല്പര്യമോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ ആ ഒരു എക്സ്ട്രീമിസം വളർത്തിക്കൊണ്ടുവരാനാണ് ഇപ്പോൾ BJP ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നല്ല രീതിയിൽ വിജയിക്കുന്നുമുണ്ട്. അത് വിജയിക്കണമെങ്കിൽ ഇതേപോലെ അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാരുടെ തോന്നിവാസങ്ങൾ അവർക്ക് പൊതുസമൂഹത്തിലേക്ക് എടുത്ത് കാണിക്കേണ്ടതുണ്ട്. അത് ശരിയാണെങ്കിൽ തന്നെ ഇവിടെ ഈ എഴുതി വെച്ചത് വളരെ തെറ്റായിട്ടുള്ള ഒരു ബഹുസ്വര സമൂഹത്തിൽ ഒരിക്കലും കാണിക്കാൻ പാടില്ലാത്ത രീതിയിലുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് BJPയുടെ കുഴപ്പമാണ്. ഇത്രയും നാൾ പ്രശ്നമില്ലായിരുന്നു, BJP വന്ന ശേഷമാണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ തന്നെയും അതൊരു പ്രശ്നം തന്നെയാണ്. പ്രശ്നമായതുകൊണ്ടാണ് അത് ചൂണ്ടിക്കാണിച്ചതും അതെടുത്ത് മാറ്റേണ്ടി വന്നത്. അവരാദ്യം വന്ന് അറിയിച്ച് പല പ്രാവശ്യം പറഞ്ഞതിന് ശേഷവും മറ്റൊരുത്തന് ബുദ്ധിമുട്ടുണ്ടെന്ന് അറിഞ്ഞതിന് ശേഷവും അത് നീക്കം ചെയ്യാഞ്ഞതുകൊണ്ട് പോലീസിൻ്റെ സഹായത്തോടു കൂടി ആ ഒരു ഉടമസ്ഥൻ തന്നെയാണ് അത് മായ്ച്ചു കളഞ്ഞത്. അല്ലാതെ അവർ വന്നിട്ട് ഇടിച്ചു കയറി നിങ്ങളുടെ വീട്ടിലേക്ക് വന്നിട്ട് അവരുടെ സ്വയം ഇഷ്ടപ്രകാരം നിങ്ങളുടെ പ്രൈവറ്റ് മുതൽ നശിപ്പിക്കുന്ന ഒരു ഏർപ്പാടല്ല അവിടെ ഉണ്ടായത്. അവർ പ്രോപ്പറായ ചാനലിൽ കൂടെ തന്നെയാണ് ആ ഒരു കാര്യം ചെയ്തെടുത്തിട്ടുള്ളത്. രണ്ടാടുകളെ തമ്മിലടിപ്പിച്ച് അതിൻ്റെ ചോര കുടിക്കാൻ നിൽക്കുന്ന ചെന്നായിയുടെ കഥ ഒട്ടുമിക്ക മലയാളികളും വായിച്ചിട്ടുണ്ടായിരിക്കും, അവർക്ക് അറിയാവുന്നതുമായിരിക്കും. അപ്പോൾ അതേപോലെയാണ് BJP. രണ്ടാളുകളെ തമ്മിലടിപ്പിച്ച് അതിൻ്റെ ഇടയിൽ നിന്ന് എങ്ങനെയെങ്കിലും വോട്ട് പിടിച്ച് ജയിക്കാൻ ഉള്ളൊരു അവസരമാണ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവർ അതിനായിട്ട് അടിയുണ്ടാക്കാനുള്ള കാര്യങ്ങൾ അവരായിട്ട് സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കുക. അല്ലെങ്കിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിൽ കുറച്ചുകൂടെ എണ്ണയൊഴിച്ച് അത് ആളി കത്തിപ്പിക്കുന്ന പരിപാടിയാണ് പൊതുവിൽ നടക്കാറുള്ളത്. പ്രത്യേകിച്ച് അങ്ങനൊരു സാഹചര്യം നിലനിൽക്കെ നിങ്ങളുടെ മതവിശ്വാസത്തിൽ മറ്റുള്ളവനെ അധിക്ഷേപിക്കുന്നതും മോശമാക്കുന്നതും അവഹേളിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ, ഇപ്പോൾ ആ ഒരു വ്യക്തി അയാളുടെ വീടിനുള്ളിൽ എഴുതി വെച്ചാൽ ആരും വന്ന് പ്രശ്നമുണ്ടാക്കും എന്നെനിക്ക് തോന്നുന്നില്ല. പുറത്തെ മതിലിൽ വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് മറ്റുള്ളവൻ കാണണം, അല്ലെങ്കിൽ അവനത് കണ്ടിട്ട് അവന് അവഹേളനം അനുഭവപ്പെടണം എന്ന് തോന്നിയിട്ട് തന്നെയല്ലേ പുള്ളി ഇത് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും തെറ്റ് തന്നെയാണ് പുള്ളി ചെയ്തിരിക്കുന്നത്. ബൈബിളിൽ ഒട്ടനവധി നല്ല നല്ല വാചകങ്ങളുള്ളപ്പോൾ ഇതേപോലെ വർഗീയത സൃഷ്ടിക്കാൻ സാധ്യതയുള്ള, മനുഷ്യരെ തമ്മിൽ ഭിന്നിപ്പിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ചെറിയ പിക്ക് ചെയ്തുകൊണ്ട് എഴുതി വെക്കുന്നത് ഏറ്റവും മോശമായ ഒരു പ്രവൃത്തി തന്നെയാണ്. നിങ്ങൾ ഇതേപോലെ വളരെ മോശമായ ഒരു പ്രവൃത്തി ചെയ്തിട്ട് അതിനെ ക്രിട്ടിസൈസ് ചെയ്യപ്പെടുമ്പോൾ നിങ്ങൾ അറിയാതെ തന്നെ BJPയെ വളർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിൽ നിങ്ങൾ തന്നെ നേരിട്ട് സംഭാവന നൽകിക്കൊണ്ടിരിക്കുകയാണ്. നിഷ്പക്ഷരായി നിൽക്കുന്ന വളരെയധികം ഹിന്ദുക്കളുണ്ട്. നിങ്ങളിപ്പോൾ വളരെ അഭിമാനം കൊള്ളുന്നുണ്ട്. ഈ ഒരു സാധനം 4 പേര് കാണാതിരിക്കാൻ അവർ മായ്ച്ചത് ഇപ്പം ഇത്രയും ലക്ഷം ആൾക്കാർ കണ്ടു. ഈ ലക്ഷം ആൾക്കാർ കണ്ടതിൽ നിഷ്പക്ഷരായിട്ട് നിൽക്കുന്ന പല ഹിന്ദുക്കളും ഈ ഒരു സാധനം കാണുമ്പോൾ ചിന്തിക്കുന്നത് നിങ്ങൾ ഈ പറയുന്ന കൂട്ട് സ്വർഗത്തിൽ പോകത്തില്ല എന്ന പേടിയായിരിക്കത്തില്ല. നേരെ മറിച്ച് അവർ ചിന്തിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ എന്നെപ്പോലെ ഒരു ഹിന്ദുവിനെ ഈ നിൽക്കുന്ന ക്രിസ്ത്യാനികൾ കാണുന്നത് വിഗ്രഹാരാധിയായ സ്വർഗത്തിൽ പോകാത്ത ഒരു നികൃഷ്ട ജീവി, അല്ലെങ്കിൽ ഇതേപോലെ കള്ളന്മാരെയും കൊള്ളക്കാരെയും മദ്യപന്മാരുടെയും കൂട്ടത്തിൽ ആ ഒരു കാറ്റഗറിയിലാണ് എന്നെപ്പോലൊരു നിഷ്പക്ഷ ഹിന്ദുവിനെ ഇവൻ കാണുന്നത് എന്ന് കാണുമ്പോൾ അവർ കൂടുതലും ഈ ഒരു റൈറ്റ് വിങ് അജണ്ടയിലേക്ക് ചാടിപ്പോകാനുള്ള, അതിലേക്ക് മറിഞ്ഞു വീഴാനുള്ള സാധ്യതകളാണ് നിങ്ങളായിട്ട് വെച്ചു കൊടുക്കുന്നത്. ഇത് റിലേറ്റഡ് ആയിട്ടുള്ള പോസ്റ്റിൻ്റെയും കമൻസിൻ്റെയും സെഷനിൽ നമുക്ക് വളരെ സ്വാഭാവികമായിട്ടും കാണാൻ സാധിക്കും. പല ആൾക്കാരും വന്നിട്ട് പറയുന്നത് ചുമ്മാതെ അല്ല ഇവന്മാർക്ക് നോർത്ത് ഇന്ത്യയിലൊക്കെ അടികൊള്ളുന്നത്, ഇമാതിരി വർത്താനമല്ലേ പറയുന്നത്. 70 ഏറെയായാൽ 80 എന്നൊക്കെ ബൈബിളിൽ പറയുന്ന പോലെ തന്നെ ഇത്രയും വളരെ ചെറിയ കാലം ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യനാണ് നമ്മളെല്ലാവരും. ആ ഒരു സമയത്ത് ഉള്ള മനുഷ്യനെ എല്ലാം മതത്തിൻ്റെയും ജാതിയുടെയും അതിൻ്റെ ഇതിൻ്റെയൊക്കെ പേരിൽ വേർതിരിച്ച് കാണാതെ ഒത്തൊരുമിച്ച് സന്തോഷത്തിലും സമാധാനത്തിലും ജീവിക്കുകയാണെങ്കിൽ വളരെ സുഖമായിട്ട് ജീവിച്ചിട്ടൊക്കെ പോകാം. അങ്ങനെയൊക്കെ ജീവിച്ചിട്ട് ചെന്ന് കഴിഞ്ഞാൽ സ്വർഗത്തിൽ കയറ്റത്തില്ലെന്ന് പറയുകയാണെങ്കിൽ ആ സ്വർഗമൊക്കെ അങ്ങ് വേണ്ടെന്ന് വെക്കണം. എന്തായാലും ഇത്രയും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ വളരെ വ്യക്തമാണ് ആ എഴുതിച്ചിരിക്കുന്ന ആ ഒരു ബൈബിൾ വചനം മതിലിൽ വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതിയിരിക്കുന്ന പുള്ളി തന്നെയാണ് തെറ്റുകാരൻ. അവിടെ ഈ ഒരു കാര്യം മായ്ച്ചു കളഞ്ഞതിൽ യാതൊരുവിധ തെറ്റുമില്ല. നിങ്ങളുടെ മതവിശ്വാസം ആവുന്നത്ര ആചരിച്ചോളൂ, ആവുന്നത്ര പ്രചരിപ്പിച്ചോളൂ, പക്ഷേ അത് മറ്റൊരുത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടാവരുത്. എന്തായാലും ഈ ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന കാര്യം തീർച്ചയായും എഴുതി അറിയിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. തക്കുടു നിങ്ങളെയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ.